ഞങ്ങൾ മറിയാമിന്റെ മകൻ ഈസമിശിഹിനെ കൊന്നു എന്ന് അവർ പറഞ്ഞതുകൊണ്ടും, എന്നാൽ അവർ അവനെ കൊന്നില്ല, അവർ അവനെ ക്രൂശിച്ചുമില്ല. പക്ഷേ അത് അവർക്ക് അങ്ങനെ തോന്നിക്കപ്പെട്ടു. അല്ലാഹു അവനെ തന്റെ അടുക്കിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് ഒരു വ്യക്തി വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിന് നിലനിൽപ്പില്ല എന്നുള്ളത് മുഹമ്മദ് ഈസയ്ക്ക് അറിയാം. അതേപോലെ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അറിയാം. അതോടൊപ്പം തന്നെ അഹ്മദ് സാഹിബിനെ പോലുള്ള എല്ലാ പ്രഭാഷകർക്കും അറിയാം. മുഹമ്മദ് ഈസ താങ്കൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ഈ വിശ്വാസത്തിൽ താങ്കൾ മുന്നോട്ട് പോയാൽ താങ്കൾക്ക് ഒരു രക്ഷയില്ല, ഒരു രക്ഷിതാവിന്റെ രക്ഷ താങ്കൾക്ക് ലഭിക്കയില്ല. താങ്കൾ കൊടും വഞ്ചനയിലേക്ക് പോയി നിത്യ നരകത്തിൽ എന്നേക്കുമായിട്ടുള്ള യാതന അനുഭവിക്കേണ്ടി വരും. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, നിങ്ങളെ ഓരോരുത്തരെ സ്നേഹിച്ചു, ആ നബി അടക്കം എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. ഏവർക്കും സ്നേഹവന്ദനം. എന്റെ മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ചില വസ്തുതകളെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് പല മുസ്ലിം സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ തിരസ്കരിച്ചുകൊണ്ട് പല വീഡിയോകളും പുറത്തേക്ക് വരുവാനിടയായി തീർന്നു. അതിനകത്ത് പെരുമ്പാവൂരുള്ള മുഹമ്മദ് ഈസ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ചേക്കേറിയ ഒരു വ്യക്തിയാണ്. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം പറയുകയുണ്ടായി, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല. അത് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഡിബേറ്റിനകത്ത് പറഞ്ഞു, എനിക്ക് താല്പര്യം ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെയാണ്, ചരിത്രപരമായിട്ട് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുവാൻ തന്നെയാണ് എനിക്ക് താല്പര്യമെന്ന് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കുകയുണ്ടായത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. മുഹമ്മദ് ഈസ മാത്രമല്ല, ജനാബ് എം അക്ബർ സാഹിബ് അതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലെ കുരിശ് സങ്കല്പം എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കുരിശിനെ ഉടച്ച് ഇടുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പുസ്തകമൊക്കെയാണ്. ഞാനത് മുൻപ് വായിച്ചു പോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ചിരി വന്നു അദ്ദേഹത്തിൻ്റെ ബാലിശമായ വാദങ്ങളൊക്കെ കേട്ടിട്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരാണ്. അടിസ്ഥാനപരമായിട്ട് ഇതാണ് ഇസ്ലാമും ക്രൈസ്തവ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതും കൂടെ ഞാൻ ആരംഭത്തിൽ തന്നെ പറയുകയാണ്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് ഇസ്ലാം വിശ്വസിച്ച് കഴിഞ്ഞാൽ, മുസ്ലിം സഹോദരങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിന് നിലനിൽപ്പേ ഇല്ല. അതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ ഇളകുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. അതുകൊണ്ട് തന്നെയാണ് ഖുറാനിൽ ക്രിസ്തു യേശുവിൻ്റെ ക്രൂശീകരണത്തെ തിരസ്കരിക്കുന്ന തരത്തിലുള്ള ഒരു വാദം, ഒരു ചെറിയ ആയത്ത് അതിനകത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം മത ദൈവശാസ്ത്രം തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ബൈബിളും ഖുറാനും തമ്മിലുള്ള ഒരു താരതമ്യ പഠനത്തിന് വേണ്ടിയിട്ടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്ര വിഷയമായതുകൊണ്ടാണ് ഇത് ഞാൻ എംഫസൈസ് ചെയ്ത് പറയുന്നത്. നിങ്ങളിത് ദയവുണ്ടായിട്ട് കേൾക്കുകയും നിങ്ങളുടെ കമൻസ്, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അത് മിതമായ ഭാഷയിൽ ന്യായമായ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കുവാൻ തക്കവണ്ണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് ആരെയും കൊച്ചാക്കാനോ എഴുത്തുവാനോ അല്ല, മറിച്ച് യാഥാർത്ഥ്യം, ചരിത്ര വസ്തുതകളെ നമുക്ക് തമസ്കരിക്കാൻ കഴിയുകയില്ലല്ലോ. എത്ര തമസ്കരിക്കാൻ ശ്രമിച്ചാലും മൂന്നാം ദിവസം അത് ഉയർത്തെഴുന്നേൽക്കുന്നതിന് യാതൊരു സംശയമില്ല. ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും എന്നുള്ളത്. അപ്പം അതിനെ തിരസ്കരിക്കുന്ന ഒന്നും തന്നെ ദൈവികമല്ല എന്ന് അടിവരയിട്ട് പലരും പറയാറുണ്ട്. ഞാൻ അതിനോട് യോജിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് കൃത്യമായും നിഷ്പക്ഷമായും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആദ്യം ബൈബിൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നതെന്നും തുടർന്ന് ഖുറാൻ എന്താണ് പഠിപ്പിക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. കാരണം വിശുദ്ധ ബൈബിളാണല്ലോ ആദ്യമേ എഴുതിയത്. അപ്പോൾ വിശുദ്ധ ബൈബിൾ എഴുതി ഏകദേശം 600 ചില്ലോനം വർഷങ്ങൾക്ക് ശേഷമാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് അറബി നാട്ടിൽ വെച്ചിട്ട് ഇസ്ലാം പ്രവാചകൻ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അദ്ദേഹം അത് പറയാനുണ്ടായ കാര്യവും സാഹചര്യങ്ങളും എന്താണെന്നുള്ളത് നമ്മൾ ചരിത്രപരമായിട്ട് തന്നെ പരിശോധിക്കുന്നതായിരിക്കും. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഇവ തമ്മിലുള്ള കാഴ്ചപ്പാടുകൾ, പ്രധാന ദൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒന്നാമതായിട്ട് ബൈബിളിലെ ക്രൂശീകരണ സിദ്ധാന്തം, പുതിയ നിയമം യേശുവിൻ്റെ ക്രൂശീകരണത്തെ ഒരു ചരിത്ര സംഭവമായും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ കേന്ദ്രമായിട്ടും അവതരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ചരിത്ര സത്യമായി സുവിശേഷങ്ങൾ അനുസരിച്ച് യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു. യഹൂദ റോമൻ അധികാരികളുടെ മുമ്പാകെ യേശു ക്രിസ്തുവിനെ വിചാരണ ചെയ്തു.
പൊന്തിയോസ് പീലാത്തോസിന്റെ ഭരണകാലത്ത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. യേശു യഥാർത്ഥത്തിൽ മരിച്ചു, സംസ്കരിക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മുസ്ലിം സഹോദരന്മാര്, നിങ്ങളുടെ മുൻവിധി കൊണ്ട് നിങ്ങളെ നെറ്റി തൊളിച്ച് ഇത് ഓഫാക്കി പോകാൻ ചാൻസ് ഉണ്ട്. ദയവുണ്ടായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് നിങ്ങളുടെയും കൂടെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുതാപരമായ സത്യസന്ധമായ കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങൾ ഇത് കേൾക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ പ്രധാന ബൈബിൾ വാക്യങ്ങൾ ക്രൂശീകരണത്തിന്റെ പ്രവചനമായിട്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ വളരെ കൃത്യമായിട്ട് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത് എന്ന് യേശു കർത്താവ് വളരെ കൃത്യമായിട്ട് പറയും. യേശുവിന്റെ ക്രൂശ് സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വസ്തുതകളെ യേശു കർത്താവ് ഉപമയിലൂടെയും കൃത്യമായും പരസ്യമായും ജനസമൂഹത്തോടും തൻ്റെ സന്തത സഹചാരികളായിരിക്കുന്ന ശിഷ്യഗണത്തോടൊക്കെ യേശു വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ ക്രൂശീകരണത്തിന്റെ സംഭവം വിശുദ്ധ ബൈബിളിൽ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. യേശു ക്രിസ്തു തിരുവെഴുത്തുകളുടെ പൂർത്തീകരണമായിട്ടുള്ള ഒരു മരണത്തിലേക്കാണ് പ്രവേശിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ക്രൂശിന്റെ ഉദ്ദേശം എന്താണ്? അതിനെക്കുറിച്ച് പത്രോസ്ലീഹ തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറയുന്നത്, യേശു നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ ചുമന്ന് മരത്തിന്മേൽ വഹിച്ചു. എന്തുകൊണ്ടാണ് യേശു മരിച്ചത്? ക്രിസ്തീയ ദൈവശാസ്ത്രം അനുസരിച്ച് ദൈവത്തിന്റെ നീതി നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ക്രൂശ് മരണം അനിവാര്യമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ പഠിപ്പീരനുസരിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ നൽകുവാൻ തൊക്കണം ലോകത്തെ സ്നേഹിച്ചു. അവിടെ ഈ പുത്രൻ എന്നുള്ള പദം കേൾക്കുമ്പോൾ എൻ്റെ മുസ്ലിം സഹോദരങ്ങള് നെറ്റി ചുളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ പല പ്രാവശ്യം ഞാൻ അതിൻ്റെ വിശദീകരണങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ പറയുന്നത് അക്ഷരികമായിട്ടുള്ള പുത്രത്വത്തെ കുറിച്ചല്ല, മറിച്ച് അതൊരു ആലങ്കാരികമായിട്ടുള്ളതാണ്. എന്താണ് ആലങ്കാരികം? ആത്മാവായ ദൈവത്തിൽ നിന്ന് ജഡമെടുത്ത് വന്നു എന്നുള്ള ആ ഒരൊറ്റ കാരണത്താലാണ് അവിടെ പുത്രൻ എന്നുള്ള ഒരു വിശേഷണം കൊണ്ടുവരുന്നത്. അത് മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മൾ കുറച്ചും കൂടെ മനസ്സ് കാണിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. അപ്പൊ പാപത്തിന്റെ ശിക്ഷ വഹിക്കുവാൻ വേണ്ടി, മനുഷ്യനെ ദൈവത്തോട് അനുരഞ്ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ചയെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, രമ്യതപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് യേശുവിന്റെ ക്രൂശ് മരണം അനിവാര്യമായിരുന്നു. സാത്താനെയും പാപത്തെയും മരണത്തെയും ജയിക്കുവാൻ യേശുവിന്റെ ക്രൂശ് മരണം അനിവാര്യമായിരുന്നു. അതിനാൽ ക്രൂശ് ഒരു ദുരന്തമോ പരാജയമോ അല്ല. പലപ്പോഴും മുഹമ്മദ് ഈസയെ പോലെ, MM അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകൾ, ഞാൻ ഓർക്കുന്നുണ്ട്, എടക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു ഡിബേറ്റ് നടക്കുന്ന സമയത്ത് മുഹമ്മദ് ഈസ അദ്ദേഹം പെരുമ്പാവൂരിൽ നിന്ന് വണ്ടി വിളിച്ച് ഈ ഡിബേറ്റ് കലക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവും കൂട്ടരും കൂടെ വന്ന സന്ദർഭം. അന്ന് വന്നിട്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് ബ്രദർ ജെറി തോമസും ഞാനും അന്ന് ഡിബേറ്റിൽ സംസാരിച്ചത്. അപ്പൊ ആ സംഭാഷണത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഓഡിയൻസിന്റെ കൂടെ ഓടി നടന്ന്, സഹോദരങ്ങളെ ക്രിസ്തു മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഏറ്റവും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനത്തിൽ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയെങ്കിലും യേശുവിനെ ക്രൂശിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ശരിയാണ്, ഇസ്ലാമിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ആ വാദത്തെ തിരസ്കരിക്കുക എന്നുള്ളതാണ്. യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് ഒരു വ്യക്തി വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിന് നിലനിൽപ്പില്ല എന്നുള്ളത് മുഹമ്മദ് ഈസയ്ക്ക് അറിയാം, അതേപോലെ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അറിയാം, അതോടൊപ്പം തന്നെ MM അക്ബർ സാഹിബിനെ പോലെയുള്ള എല്ലാ പ്രഭാഷകർക്കും അറിയാം. എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കുന്നതായ ഒരു സത്യം, യേശുവിന്റെ ക്രൂശി മരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിത്യമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമാണ്. യേശുവിന്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിത്യ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അത് യാദൃച്ഛ്യമായി സംഭവിച്ചല്ല. എന്നാൽ ഖുർആൻ അതിനെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഈസായുടെ ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഖുർആൻ വാക്യങ്ങളുണ്ട്. അപ്പൊ ഈസയും യേശുവും രണ്ടും രണ്ടാണെന്നുള്ളത് ഇതിനോടൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് സൂറത്തുൽ നിസ എന്ന് പറയുന്നതായിട്ടുള്ള ആ 4-ാം അധ്യായത്തിന്റെ 157, 158 ആയത്തുകളിൽ ഞങ്ങൾ മറിയാമിന്റെ മകൻ ഈസ മശീഹിനെ കൊന്നു എന്ന് അവർ പറഞ്ഞതുകൊണ്ടും, എന്നാൽ അവർ അവനെ കൊന്നില്ല,
അവർ അവനെ ക്രൂശിച്ചുമില്ല, പക്ഷേ അത് അവർക്ക് അങ്ങനെ തോന്നിക്കപ്പെട്ടു. അല്ലാഹു അവനെ തന്റെ അടുക്കിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. ഇതാണ് പരമ്പരാഗതമായിട്ട് ഇസ്ലാമിക വ്യാഖ്യാനം. മിക്ക മുസ്ലിം പണ്ഡിതന്മാരും ഈ വാക്യത്തെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്: ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ലെന്ന് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. കാരണം ആ ഈസ അല്ല യേശു ക്രിസ്തു എന്നുള്ളത് എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ അറിയണം. യേശു ക്രൂശിൽ മരിച്ചിട്ടില്ല എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ല. ഈസ ക്രൂശിൽ മരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വേണമെങ്കിൽ വാദത്തിന് വേണ്ടിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ മറ്റൊരാൾ ഈസയ്ക്ക് പകരം കാണപ്പെട്ടു എന്നാണ് ഖുറാൻ പറയുന്നത്. അല്ലാഹു ഈസയെ ജീവനോടെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി എന്നാണ് അവരുടെ വാദം. മറ്റു ചില ന്യൂനപക്ഷ വ്യാഖ്യാനങ്ങൾ, ചില മുസ്ലിം ചിന്തകർ പറയുന്നത് ഈസ ക്രൂശിക്കപ്പെട്ടെങ്കിലും മരിച്ചില്ല. ഈസ ക്രൂശിക്കപ്പെട്ടു പക്ഷെ മരിച്ചില്ല എന്നാണ് ചില ആളുകൾ, ഇസ്ലാം പണ്ഡിതന്മാർ ചിലരൊക്കെ വാദിക്കുന്നത്. അല്ലെങ്കിൽ വാക്യം പ്രതീകാത്മകമാണെന്ന് അവർ അഭിപ്രായപ്പെടുകയാണ്. ഈ ഒരു വാക്യം പ്രതീകാത്മകമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും മുഖ്യധാര ഇസ്ലാമിക നിലപാട് ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. മൂന്നാമതായിട്ട് അടിസ്ഥാന വ്യത്യാസം. യേശു ക്രിസ്തുവിന്റെ മാർഗവും ഇസ്ലാം മതവും തമ്മിലുള്ള യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ഇസ്ലാമിൽ ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ യേശു മരിച്ചു, ഇസ്ലാമിൽ ഈസ മരിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിന്റെ മാർഗത്തിൽ യേശു ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഖുറാനികമായിട്ട് ഈസയെ അല്ലാഹു നേരിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ക്രൂശ് എന്ന് പറയുന്നത് രക്ഷയുടെ കേന്ദ്രമാണ്. എന്നാൽ ഖുറാനികമായിട്ട് ക്രൂശ് നിഷേധിക്കപ്പെടുകയാണ്. പ്രായശ്ചിത്തം യേശു ക്രിസ്തുവിലൂടെ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നാൽ ഈസയെ സംബന്ധിച്ച് പകരക്കാരൻ മുഖേന പ്രായശ്ചിത്തമില്ല എന്ന് അവർ പഠിപ്പിക്കുന്നു. നാലാമതായിട്ട് നമ്മൾ നോക്കിയാൽ ക്രിസ്തു മാർഗത്തിൽ ക്രൂശ് എന്തുകൊണ്ട് അനിവാര്യമാണ്? അതിൽ ഒന്നാമത്തേത് ദൈവത്തിന്റെ നീതി. വിശുദ്ധ ബൈബിളിൽ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പോൾ പാപം ശിക്ഷിക്കപ്പെടണം, അത് ദൈവിക നീതിയാണ്. 2, ദൈവത്തിന്റെ സ്നേഹം. ഞാൻ നേരത്തെ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ആ നബിയെ അടക്കം എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, എല്ലാ മനുഷ്യരെയും, ജാതി മത വർഗവർണ്ണ വ്യത്യാസമെന്നെ ദൈവത്തിന്റെ സൃഷ്ടികളായ സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. മൂന്നാമതായിട്ട് പകരക്കാരൻ, സബ്സ്റ്റിറ്റ്യൂഷൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തനാക്കിൽ 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം യേശു കർത്താവ് മുറിവേറ്റു. നാലാമതായിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു. അതില് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണെന്ന് വളരെ കൃത്യമായിട്ട് പറയാം. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. ക്രൂശില്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പുമില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നില്ലെങ്കിൽ സുവിശേഷമില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ സുവിശേഷത്തിന് പ്രസക്തിയില്ല. അഞ്ചാമതായിട്ട് പ്രധാന ദൈവശാസ്ത്ര വൈരുദ്ധ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. വൈരുദ്ധ്യം 1, യേശു മരിച്ചോ? വിശുദ്ധ ബൈബിൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:50, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം, വിശുദ്ധ യോഹന്നാൻ 19-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലെല്ലാം തന്നെ യേശു യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സുവിശേഷന്മാരും യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രൂശിക്കപ്പെട്ട് മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു എന്നും അവർ ഉയർത്തെഴുന്നേറ്റു എന്നും വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്നാൽ ഖുറാനിൽ ഒരൊറ്റ ആയത്ത് മാത്രമാണ്, ഖുറാനിൽ ഒരൊറ്റ വാക്യം മാത്രമാണ് സൂറത്തുൽ നിസ അഥവാ 4:157 ഈസായെ ക്രൂശിച്ചില്ല, ഈസ മരിച്ചിട്ടില്ല എന്ന് നിഷേധിക്കുന്നത്. മനസ്സിലായില്ലേ? ഈസ മരിച്ചിട്ടില്ലെന്ന് പറയുന്ന ഒരൊറ്റ ആയത്ത് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ഇസ്ലാമിക ചിന്താഗതി അനുസരിച്ച് 2 പേരുടെ മൊഴിയെങ്കിലും വേണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ അരസാക്ഷിയുടെ വില മാത്രമേ ഖുറാനികമായിട്ടുള്ളൂ. അരസാക്ഷിയുടെ വില ഖുറാനികമായിട്ടുള്ളൂ എന്ന് മറന്നു പോയത് സ്ത്രീകൾക്ക്. അപ്പോൾ നിങ്ങളുടെ 2 ആയത്ത് തികച്ചെടുക്കാനില്ല ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് പറയാനായിട്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിലാകട്ടെ 100 കണക്കിന്
വാക്യങ്ങൾ യേശുവിന്റെ ക്രൂശ് മരണത്തെ അടിസ്ഥാനമാക്കി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ, മരിച്ചിട്ടില്ല എന്നും മരിച്ചു എന്നുള്ളതായിട്ടുള്ള ഇതാണ് വൈരുദ്ധ്യം. അപ്പൊ ആ വൈരുദ്ധ്യത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയാകുള്ളൂ. ഒന്നുകിൽ ഖുറാനികമായിട്ടുള്ളത് ശരിയാകണം, ഇല്ല എങ്കിൽ ബൈബിളിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാകണം. ബൈബിൾ എഴുതി 600 വർഷങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ് ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. അപ്പം ആ ഈസ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അത് ഞങ്ങൾ പലപ്പോഴും തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മുഹമ്മദ് ഈസയോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, മുഹമ്മദ് ഈസ, താങ്കൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ഈ വിശ്വാസത്തിൽ താങ്കൾ മുന്നോട്ട് പോയാൽ താങ്കൾക്ക് ഒരു രക്ഷകനില്ല, ഒരു രക്ഷിതാവിന്റെ രക്ഷ താങ്കൾക്ക് ലഭിക്കയില്ല. താങ്കൾ കൊടും വഞ്ചനയിലേക്ക് പോയി നിത്യ നരകത്തിൽ എന്നേക്കുമായിട്ടുള്ള യാതന അനുഭവിക്കേണ്ടി വരും എന്നതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവർക്കും ഇതേ അവസാനമായിരിക്കും ഉണ്ടാകുക. അതുണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ദൈവം മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി ഒരുക്കിയതായിട്ടുള്ള രക്ഷകന്റെ രക്ഷാ പദ്ധതിയെ, രക്ഷകന്റെ നിത്യ ജീവൻ ദാനമായി തരുന്ന ആ രക്ഷാകരമായിട്ടുള്ള പ്രവൃത്തിയായിട്ടുള്ള മരണത്തെ, ഉത്ഥാനത്തെ നാം ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും അങ്ങനെ നമ്മൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യണം. അപ്പോസ്തല നടപടികൾ 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അവിടെ പത്രോസ്ലീഹ വളരെ കൃത്യമായിട്ട് പ്രഭാഷണം നടത്തുമ്പോൾ പറയുകയാണ്, ദൈവത്തിന്റെ നിശ്ചയവും മുൻകൂട്ടിയുള്ള തീരുമാനം അനുസരിച്ചാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചതും ആ യഹൂദന്മാർ അവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ റോമാക്കാർ നിമിത്തം അവൻ ക്രൂശിക്കപ്പെട്ടതും എന്ന് വളരെ കൃത്യമായിട്ട് പറയാം. ഖുർആന്റെ പരമ്പരാഗത വ്യാഖ്യാനത്തിൽ ക്രൂശീകരണം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ക്രിസ്തു മാർഗം, ക്രൂശ് ദൈവത്തിന്റെ പദ്ധതിയായിട്ട് കാണുന്നു. ഇസ്ലാം ആകട്ടെ ക്രൂശിനെ തിരസ്കരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് പ്രായശ്ചിത്തത്തെ കുറിച്ചുള്ളതാണ്. പാപപരിഹാരം, പ്രായശ്ചിത്ത യാഗം, അതിനെ കുറിച്ചുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ പ്രായശ്ചിത്തം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപമോചനമില്ല. പാപമോചനം മനുഷ്യന് ലഭിക്കണമെങ്കിൽ യാഗാർപ്പണം വേണം, ബലിയർപ്പണം വേണം. ഇസ്ലാമിലും ബലിയെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാം പൊതുവെ പഠിപ്പിക്കുന്നത് മാനസാന്തരം ഉണ്ടെങ്കിൽ, അനുസരണം ഉണ്ടെങ്കിൽ, അള്ളാഹുവിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ കരുണ ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ അല്ല വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ്. അതാര് പാപം ചെയ്താലും, ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും, യേശുക്രിസ്തു ഒഴികെ സകല മനുഷ്യരും പാപികളാണ്, ഒരു സംശയമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. അത് നബിമാരാകട്ടെ, എത്ര പ്രാഗൽഭ്യമുള്ളവരാകട്ടെ, എത്ര അനുചരന്മാരായിക്കൊള്ളട്ടെ, അവരെല്ലാവരും പാപികളാണ്. എല്ലാ മനുഷ്യർക്കും ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. ക്രിസ്തുവിന്റെ ബലിമരണമാണ് വളരെ കൃത്യമായിട്ട് മനുഷ്യന്റെ പാപമോചനത്തിനുള്ള ഏകമാർഗം. വൈരുദ്ധ്യത്തിന്റെ 4-ാമത്തെ തലം ഉയർത്തെഴുന്നേൽപ്പ്. വിശുദ്ധ ബൈബിൾ യേശു ക്രിസ്തു മരിച്ചു എന്ന് മാത്രമല്ല, അടക്കം ചെയ്യപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക. ക്രൂശുമരണത്തിന് ശേഷമാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലും, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലും വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ വളരെ സ്പഷ്ടമായിട്ട് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടവരും അനുഭവിച്ചവരുമായിട്ടുള്ള ആളുകൾ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ എഴുതിയിരിക്കുമ്പോൾ ഖുറാനിലെ ഒരായത്തിനെ സംബന്ധിച്ച് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ തിരസ്കരിക്കുന്ന എന്റെ മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ കെഞ്ചുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷയെ നിങ്ങൾ തള്ളിക്കളയരുത്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ മരണം സംഭവിച്ചിട്ടില്ലെങ്കിൽ മാനവരാശിക്ക് രക്ഷയില്ല. മാനവരാശിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുകയില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയട്ടെ. എന്നാൽ യേശു മരിക്കുകയും അടക്കം ചെയ്യപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് വളരെ ശക്തമായിട്ട് പറയാൻ കഴിയും, നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നമുക്കൊരു നിത്യജീവൻ കിട്ടും എന്നുള്ളത്. 6-ാമതായിട്ടും അവസാനമായിട്ടും ബൈബിളിന് പുറത്തുള്ള ചില ചരിത്ര സാക്ഷ്യങ്ങൾ കൂടെ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയട്ടെ. പല ക്രിസ്ത്യേതരായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനികളല്ലാത്ത ചരിത്രകാരന്മാരും യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെയും യേശുവിന്റെ ഉത്ഥാനത്തെയും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമൻ ചരിത്രകാരനായിരിക്കുന്ന ടാസിറ്റസ്, യഹൂദ ചരിത്രകാരനായിരുന്ന ജോസിഫസ്, ഗ്രീക്ക് എഴുത്തുകാരൻ ലൂഷ്യൻ, ഇന്ന് ഭൂരിഭാഗം ചരിത്രകാരന്മാരും ക്രിസ്ത്യാനികളും അല്ലാത്തവരായിട്ടുള്ള ധാരാളം ആളുകളും യേശുവിന്റെ ക്രൂശീകരണവും
പുനരുത്ഥാനവും ചരിത്രത്തിലെ ഏറ്റവും ഉറപ്പുള്ള സംഭവങ്ങളിൽ ഒന്നാണെന്ന് അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് അനിൽകുമാർ അയ്യപ്പനുമായിട്ടുള്ള ഡിബേറ്റിൽ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ പറഞ്ഞത്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന്. കാരണം അതൊരു ചരിത്ര വസ്തുതയാണ്. അതുകൊണ്ട് യേശുവിന്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും എന്റെ പ്രിയ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. നിങ്ങൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ആ രക്ഷണ്യ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.